ഇടുക്കിയിൽ DMK സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന ഉപ്പുതറയിൽ DMKയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ 12ാം വാർഡ് പൊരിക്കണ്ണിയെ സ്ഥാപിച്ചിരുന്ന VK കുഞ്ഞുമോന്റെ ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. സീറ്റ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് DCC അംഗത്വം രാജിവെച്ചാണ് കുഞ്ഞുമോൻ ഇവിടെ DMK സ്ഥാനാർത്ഥിയായത്. DMKയുടെ സ്ഥാനാർത്ഥിത്വം രാഷ്ട്രീയ മുന്നണികൾക്ക് ഏറെ അസാരസ്യം സൃഷ്ടിക്കുന്നുണ്ടെന്നും അതുമൂലമുള്ള പരാജയ ഭീതിയാണ് ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചതിന് പിന്നിലെന്നും യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി AP പ്രമോദ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലാണ് DMK എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം മത്സര രംഗത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ പല വാർഡുകളിലും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാനാർത്ഥികളെ നിർണയവുമായും ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ഉണ്ടായി. അതിൻ്റെ ഭാഗമായി നമ്മൾ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് DCC മെമ്പറുമായ നമ്മുടെ 12ാം വാർഡ് സ്ഥാനാർത്ഥി DMKയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് വിട്ട് നമ്മുടെ 12ാം വാർഡിൽ മത്സരിക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ സ്ഥാപിച്ച ഫ്ലെക്സ് ചില സാമൂഹ്യ വിരുദ്ധരും നശിപ്പിക്കുകയായിട്ട് നമുക്ക് ഇന്നലെ രാത്രിയിൽ അറിയുവാനിടയായി. ഇതിൻ്റെ സാഹചര്യത്തിൽ DMK എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഇടുക്കി ജില്ലയിൽ വേരോട്ടം ഉണ്ടാകും എന്ന് കരുതി ഈ പ്രസ്ഥാനത്തെ തളർത്തുവാൻ വേണ്ടി ചില കാട്ടിക്കൂട്ടുന്ന ഈ പരിപാടി അതുമായിട്ട് ശക്തമായി DMK പ്രസ്ഥാനം മുമ്പോട്ട് പോകും. ഉപ്പുതറ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിജയിക്കത്തക്ക രീതിയിൽ നമ്മുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഭയപ്പെടുന്ന ചില ആളുകൾ, നമ്മൾ ആരെയും പേരെടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല, ഇത് നമ്മളെ ഭയക്കുന്നത് നമ്മുടെ ഭരണത്തെ, നമ്മുടെ തമിഴ്നാട് ഭരണത്തെ രീതിയിൽ കേരളത്തിൽ ആ ഭരണം ഉണ്ടാകും, നമ്മുടെ ഉപ്പുതറ പഞ്ചായത്തിൽ വികസനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തും, ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു പ്ലാനും പദ്ധതിയും എന്ന രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും DMK എന്ന് പറയുന്ന പ്രസ്ഥാനം വെച്ച് പൊറുപ്പിക്കുകയില്ല. തീർച്ചയായിട്ടും ഇതിനുള്ള കർശനമായ നടപടിയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. DMK പ്രസ്ഥാനം ഉപ്പുതറ പഞ്ചായത്തിൽ വേരോട്ടം നടത്തുകയും ചെയ്യും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉപ്പുതറയിൽ നിന്നും ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ഉപ്പുതറ പഞ്ചായത്തിൽ DMKയുടെ സാന്നിധ്യം രാഷ്ട്രീയ മുന്നണികളെ ഏറെ അസ്വാരസ്യപ്പെടുത്തിയ ഭാഗമാണ് ഇന്നലെ രാത്രി DMKയുടെ ഫ്ലെക്സ് ബോർഡ് നശിപ്പിക്കപ്പെട്ട സംഭവം. ഉപ്പുതറ പഞ്ചായത്തിൽ 6 വാർഡുകളിലാണ് DMK മത്സരിക്കുന്നത്. തമിഴ് സ്വാധീന മേഖല ഏറെയുള്ള ഉപ്പുതറയിൽ DMKയുടെ സ്ഥാനാർത്ഥിത്വം ഇരു മുന്നണികൾക്കും തലവേദനയാകുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഉപ്പുതറ പഞ്ചായത്തിൽ നിന്ന് പരമാവധി വോട്ടുകൾ ശേഖരിച്ചിട്ട് നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കാനാണ് DMKയുടെ ശ്രമം. വാർഡുകളിലെ വികസനത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിലെ ഫണ്ടുകൾക്കുപരി തമിഴ്നാട്ടിൽ നിന്ന് ഫണ്ടുകൾ എത്തിച്ച് വികസനം നടപ്പാക്കുമെന്നാണ് DMKയുടെ വാഗ്ദാനം. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ പഠനപ്പെടങ്ങൾ ഏറെ ചർച്ചയാവുന്നുണ്ട്. കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് ഏറെ ജയസാധ്യതയുള്ള ഉപ്പുതറ ഡിവിഷനിൽ മാറി പവനാവിലേക്ക് കൊടുത്തത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇരുമുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും കളം നിറയുകയാണ്. CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജേക്കബ് വളവോ ഡിവിഷനിലാണ് ജനവിധി നേടുന്നത്. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ യുവജന വിഭാഗം നേതാവായിരുന്ന സിജുവിന്റെ സ്ഥാനാർത്ഥിത്വവും ഏറെ പ്രതീക്ഷയോടെയാണ് വീക്ഷിച്ചു വരുന്നത്.